Students, my dear children, we are starting the part 5 video of our chapter Building New Nations, chapter 13, Social Science. പ്രിയപ്പെട്ട കുട്ടികളെ, സോഷ്യൽ സയൻസിൻ്റെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ 13 ബിൽഡിംഗ് ന്യൂ നേഷൻസ്. നമ്മൾ ഇപ്പോൾ 4 വീഡിയോകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ടീച്ചർ പബ്ലിഷ് ചെയ്തു. നിങ്ങൾ വ്യൂ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളത് വ്യൂ ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ പാർട്ട് 5 വീഡിയോ. നമ്മളിവിടെ പഠിക്കുന്നത് ചൈനീസ് റവല്യൂഷനാണ്. ചൈനീസ് എങ്ങനെയാണ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായത്, ബിൽഡിംഗ് ഓഫ് എ ന്യൂ നേഷൻ അല്ലേ. നമ്മൾ ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 3 രാജ്യങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും ടോപ്പായിട്ടുള്ള എക്കണോമിക്കലി, പൊളിറ്റിക്കലി, ദെൻ എല്ലാ തരത്തിലും അല്ലേ പവർഫുള്ളായിട്ടുള്ള അമേരിക്ക നമ്മൾ പഠിച്ചു. USA എങ്ങനെയാണ് ബിൽഡ് ചെയ്തത് നമ്മൾ പഠിച്ചു. അമേരിക്കൻ റവല്യൂഷൻ. രണ്ടാമത് നമ്മൾ USSR, ഇന്നത്തെ റഷ്യ എന്നറിയപ്പെടുന്ന USSR നമ്മൾ പഠിച്ചു. റഷ്യയിൽ നടന്ന റെവല്യൂഷൻ കാര്യങ്ങൾ, നമ്മുടെ ഫെബ്രുവരി റെവല്യൂഷൻ, ഒക്ടോബർ റെവല്യൂഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചൈനീസ് റെവല്യൂഷൻ, റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായതിനെ പറ്റിയാണ്. നമ്മളിവിടെ ആ ഒരു ഹിസ്റ്ററിയാണ് പഠിക്കുക. അവിടെയും ഒരു റെവല്യൂഷൻ വേണ്ടി വന്നു. അതിനെയാണ് നമ്മൾ ചൈനീസ് റെവല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ചൈനീസ് റെവല്യൂഷന് 2 ഫേസാണുള്ളത്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് അവിടുത്തെ മൊണാർക്കി ഡൗൺ ചെയ്തുകൊണ്ട്, മൊണാർക്കിയെ പവറിൽ നിന്നും മാറ്റിക്കൊണ്ട് ഒരു കോമിങ്ടാങ് റിപ്പബ്ലിക്ക്, അതായത് കോമിങ്ടാങ് എന്ന ഒരു ജനങ്ങളുടെ പാർട്ടി എങ്ങനെ അധികാരം പിടിച്ചെടുത്തു. അതായത് മൊണാർക്കി അവിടെ ഇല്ലാതായി, അവിടുത്തെ എംപറർ സ്ഥാനഭ്രഷ്ടനായി, സ്ഥാനം മാറി. പകരം ജനങ്ങളിൽ നിന്നുള്ള ഒരു ലീഡർ അവിടെ പ്രസിഡൻ്റായിട്ട് വന്നു. അതിനെയാണ് കോമിങ്ടാങ് റിപ്പബ്ലിക് എന്ന് പറയുക. ഓക്കെ, അവിടെയും കാര്യങ്ങൾ അവസാനിച്ചില്ല. ഈ ജനങ്ങളുടെ കോമിങ്ടാങ് റിപ്പബ്ലിക്കിനെ വീണ്ടും ഔട്ടാക്കിക്കൊണ്ട്, അവരുടെ പവർ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ അധികാരത്തിലെത്തി. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചൈനയെ ഒരു ചൈനീസ് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചൈനീസ് റെവല്യൂഷന് 2 ഫേസ് ഉണ്ട്. ഒന്ന്, മൊണാർക്കിക്ക് അധികാരം നഷ്ടപ്പെടുന്നു, ആ ഒരു ഫേസ്. രണ്ടാമത്, വീണ്ടും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുക്കുന്നു. അങ്ങനെ ചൈന ഒരു റിപ്പബ്ലിക്കായി മാറുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ റെവല്യൂഷനും അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ പറയുമ്പോൾ എങ്ങനെയാണ് ഓർഡർ വരിക? ഏറ്റവും ആദ്യം നടന്നത് USA അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ. അതിനുശേഷം അത് 18th സെഞ്ച്വറി. 19th സെഞ്ച്വറിയിൽ നടന്ന 2 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചൈനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് 20th സെഞ്ച്വറിയിലേക്ക് വരികയാണ്. ഓക്കെ, 1949ലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമാകുന്നത്. അതായത് 19th സെഞ്ച്വറിയുടെ അവസാന ഭാഗത്താണ് അത് സംഭവിക്കുക. അങ്ങനെ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഈ ഓരോ റെവല്യൂഷനും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇയറൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചൈനീസ് റെവല്യൂഷനിലേക്ക് കയറാം. അതിൻ്റെ ഫസ്റ്റ് ഫേസാണ് പാർട്ട് 5 വീഡിയോ. അതിൻ്റെ സെക്കൻഡ് ഫേസ് പാർട്ട് 6 വീഡിയോ ആയിരിക്കും. അതോടെ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഒരു വീഡിയോ കൂടി നിങ്ങൾ പ്രതീക്ഷിക്കുക. ഓക്കെ, ആ ഒരു വീഡിയോയ്ക്ക് ശേഷം എന്തായിരിക്കും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. പിന്നീട് നമുക്ക് റിവിഷൻ ആയിരിക്കും. നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ നിങ്ങൾക്കായി ഡിസ്കസ് ചെയ്യുകയും നിങ്ങൾക്കതിൻ്റെ ആൻസർ സഹിതം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, ടീച്ചറിനെ ഫോളോ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വർഷവും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. 9th സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സോഷ്യൽ സയൻസ് ചാപ്റ്റേഴ്സും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചൈനീസ് റെവല്യൂഷൻ്റെ ഫസ്റ്റ് ഫേസാണ് നമ്മൾ പഠിക്കുക. മൊണാർക്കിയുടെ ദ എൻഡ് ഓഫ് മൊണാർക്കി ഇൻ ചൈന, മഞ്ചു ഡൈനാസ്ട്രി. ചൈനയിലെ മൊണാർക്കി, ലാസ്റ്റ് മൊണാർക്കി മാഞ്ചു ഡൈനാസ്ട്രി. ഓക്കെ, MANCHU, മാഞ്ചു ഡൈനാസ്ട്രി. ആ ഡൈനാസ്ട്രിയുടെ പതനത്തെ സംബന്ധിച്ച്, അതിൻ്റെ എൻഡിനെ സംബന്ധിച്ച്, അവർ ഔട്ട് ഓഫ് പവറിലേക്ക് പോയതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഈ 5th ലെസൺ. ഓക്കെ,
Prepare a note on how the Opium War led to the strengthening of European domination in China. ഇപ്പോൾ ചൈനീസ് റവല്യൂഷനിലെ ഒരു പ്രത്യേകതയുള്ളത് USA റഷ്യയിലോ കാണാത്ത ഒരു പ്രത്യേകത ഇവിടെയുള്ളത്, ചൈനയിലെ പീപ്പിളിനെ രണ്ട് കൂട്ടരോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ഒന്നാമത് അവിടെ അധികാരം സ്ഥാപിക്കാൻ വന്ന ഫോറിൻ പവേഴ്സ്. ഓക്കെ. രണ്ടാമത് അവരുടെ തന്നെ മാഞ്ചു ഡൈനാസ്ട്രി, അവരുടെ എംബറേഴ്സ്, ചൈനീസ് എംബറേഴ്സുമായിട്ടും ചൈനയിൽ കടന്നു കയറി വന്ന് അവിടെ ട്രേഡ് നടത്തുന്ന യൂറോപ്യൻസുമായിട്ടും ഇവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ രണ്ട് കൂട്ടരോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ഫസ്റ്റ് വൺ യൂറോപ്യൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ ട്രേഡിന് വരികയും അവിടുത്തെ മൊണാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ എംബററെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ മാഞ്ചു ഡൈനാസ്ട്രിയിലെ എംബറേഴ്സും ഫോറിനേഴ്സും കൈകോർത്തു. അവർ രണ്ടു കൂട്ടരും കൈകോർത്തു. കാരണം എന്താണ്? എംബറർ എല്ലാ തരത്തിലും ഫോറിൻ ട്രേഡേഴ്സിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഓക്കെ. അതുകൊണ്ട് തന്നെ പീപ്പിളിനെ രണ്ട് കൂട്ടരോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ദ ഫോറിൻ ട്രേഡേഴ്സ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ഫോറിൻ രാജ്യങ്ങൾ, പ്ലസ് ദെയർ എംബറർ, മാഞ്ചു എംബറേഴ്സ്. ഓക്കെ. പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദ ഓപ്പിയം വാർ. അപ്പോൾ ഇവിടെ ചൈനീസ് റവല്യൂഷൻ്റെ ഒരു ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയാവുന്നത് ഓപ്പിയം വാറാണ്. എന്താണ് ഈ ഓപ്പിയം? ഓപ്പിയം നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മൾ മയക്കുമരുന്നെന്ന് പറയുന്ന ഒരു ഡ്രഗാണ് ഓപ്പിയം, അല്ലേ? ആ ഓപ്പിയം ചൈനയിൽ ഈ വിദേശികൾ വിറ്റഴിച്ചു. അവരത് സെയിൽ നടത്തി. കാരണം എന്താണ്? ചൈനയിലെ യങ്സ്റ്റേഴ്സിനെ ഫിസിക്കലി ആൻഡ് മെൻ്റലി തളർത്തുക, അങ്ങനെ ചൈനയെ പിടിച്ചെടുക്കുക. അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി, ഫോറിനേഴ്സിൻ്റെ സ്ട്രാറ്റജി. അതുകൊണ്ട് ചൈനയിലേക്ക് വൻതോതിൽ ഓപ്പിയം ഇമ്പോർട്ട് ചെയ്ത് ആ ഓപ്പിയം ചൈനയിൽ വിറ്റഴിച്ച് അവിടുത്തെ യുവാക്കളെ അവരുടെ ഹെൽത്തിനും അവരുടെ മെൻ്റൽ ഹെൽത്തിനും അവരുടെ ഫിസിക്കൽ ഹെൽത്തിനും ക്ഷീണമുണ്ടാക്കുകയും അവരെ കംപ്ലീറ്റ് നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെതിരെ ചൈനയിലുണ്ടായ ഇവൻ്റാണ്, ആ ഓപ്പിയം വാറാണ് സത്യത്തിൽ ചൈനീസ് റവല്യൂഷൻ്റെ ബിഗിനിങ് എന്ന് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഓപ്പിയം വാറിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ദ യൂറോപ്യൻ പവേഴ്സ് കം ടു ചൈന വിത്ത് കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ്. യൂറോപ്യൻ പവേഴ്സ് they wanted to trade with China, maximum profit. To earn maximum profit, they sell their products in China. Their interest was only commercial interest. Okay, trade interest. Commercial interest means trade interest. European traders made huge profit from China through the opium trade. ഇന്നും അന്നും നിങ്ങൾക്കറിയാം, ഈ ഒരു എന്താണ് പറയുന്നത്, ഒരു ചീത്ത ട്രേഡാണ് ഈ ലഹരിയുടെ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ വിൽപ്പന. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ യൂറോപ്യൻ ട്രേഡേഴ്സ് അന്നും എന്ത് ചെയ്തു? ഈ ഓപ്പിയം വിറ്റുകൊണ്ട് ഹ്യൂജ് പ്രോഫിറ്റിന് വേണ്ടി ഓപ്പിയം ട്രേഡ് നടത്താൻ തുടങ്ങി. ദ യൂസ് ഓഫ് ഓപ്പിയം എ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ക്വിക്ക്ലി സ്പ്രെഡ് ഇൻ ചൈന. നമുക്കറിയാം, അത് ഏറ്റവും പെട്ടെന്ന് സ്പ്രെഡായി. കാരണം എന്താണ്? അതൊരു നാർക്കോട്ടിക് ആയതുകൊണ്ട് തന്നെ യുവാക്കളൊക്കെ കൂടുതലായിട്ട് യൂത്ത് അതിലേക്ക് വരികയും കൂടുതൽ പേരത് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഈ യൂറോപ്യൻ ട്രേഡേഴ്സിന് സാധിച്ചു. അവിടെ ഉണ്ടായ ഒരു പ്രോബ്ലം എന്താണ്? ഇറ്റ് ഹാം ദ ഹെൽത്ത് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഡ്രെയിൻ ദ വെൽത്ത് ഓഫ് ദ നേഷൻ. അത് ആളുകളുടെ ഹെൽത്തിനെ ഹാം ചെയ്തെന്ന് മാത്രമല്ല, ചൈനയുടെ പണം മുഴുവൻ ഈ ഓപ്പിയം വാങ്ങി അവരുടെ പണം മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഡ്രെയിൻ ചെയ്തു പോയി. ദേ ഡ്രെയിൻ ദ വെൽത്ത് ഓഫ് ചൈന. ഓക്കെ. അത് പിന്നീടാണ് അവർ തിരിച്ചറിയുന്നത്. ദിസ് റിസൾട്ടഡ് ഇൻ എ വാർ ബിറ്റ്വീൻ ചൈന ആൻഡ് ബ്രിട്ടൻ. സോ എ വാർ ബ്രോക്ക് ഔട്ട് ബിറ്റ്വീൻ ചൈന ആൻഡ് ബ്രിട്ടൻ. എന്നോടായിരിക്കും ബ്രിട്ടനുമായിട്ട് ഇങ്ങനൊരു വാർ വന്നത്. ബ്രിട്ടൻ ആയിരുന്നു ഈ ഓപ്പിയം ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തിയിരുന്നത്. എത്ര ഒരു ഡേർട്ടി ബിസിനസ് ആണെന്ന് നോക്കിയേ, ഡേർട്ടി ബിസിനസ് നോൺ ആസ് ഓപ്പിയം വാർ. സോ ദ വാർ ബിറ്റ്വീൻ ചൈന ആൻഡ് ബ്രിട്ടൻ ഫോർ ദ ട്രേഡ് ഓഫ് ഓപ്പിയം, ഓക്കെ, was known as Opium War. China was defeated in this war. പക്ഷേ ചൈന തോറ്റുപോയി. ഇൻ അക്കോർഡിംഗ് ടു ദ നാക്കിംഗ് ട്രീറ്റി, ഈ വാറുമായിട്ട് ബന്ധപ്പെട്ടൊരു ട്രീറ്റി ഉണ്ടായി. അതിൻ്റെ പേരാണ് നാക്കിംഗ് ട്രീറ്റി. ഓൾ ദ മേജർ പോർട്ട് ഓഫ് ചൈന വെയർ ഓപ്പൺ ടു ഫോറിൻ ട്രേഡ്. സത്യത്തിൽ ഈ ഓപ്പിയം വാറ് ചൈനയെ വീണ്ടും യൂറോപ്യന്മാരുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. കാരണം എന്താണ്? അവർക്കവിടെ ഹോൾഡ് വർദ്ധിച്ചു, അവരുടെ പവർ അവിടെ കൂടി. കാരണം എന്താണ്? ഓപ്പിയം വാറിൽ ചൈന ഡിഫീറ്റ് ആയിപ്പോയി. ചൈന ഡിഫീറ്റഡ് ഇൻ ദ ഓപ്പിയം വാർ ആൻഡ് ദ മേജർ പോർട്ട്സ് ഓഫ് ചൈന വെയർ ഓപ്പൺ ടു ഓൾ ഫോറിൻ ട്രേഡേഴ്സ്. അങ്ങനെ ചൈനയിലെ എല്ലാ പോർട്ടുകളും ഫോറിനേഴ്സ് പിടിച്ചെടുത്തിട്ട് അവരത് ഓപ്പൺ ചെയ്ത് അവർ
അത് ട്രേഡിന് വേണ്ടി എല്ലാ പോർട്ടുകളും ഉപയോഗിക്കാൻ തുടങ്ങി. ചൈനയുടെ മുഴുവൻ തുറമുഖങ്ങളും ഫോറിനേഴ്സിൻ്റെ കയ്യിലായി, പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെ കയ്യിലായി. അങ്ങനെ ചൈന കംപ്ലീറ്റ് നശിപ്പിക്കപ്പെട്ട ഒരു വാറായിരുന്നു ഓപ്പിയം വാർ. ഓക്കെ, അപ്പോൾ ഓപ്പിയം എന്താണ്? അതൊരു നാർക്കോട്ടിക് ആണെന്നും അതിൻ്റെ ബിസിനസ്സിലൂടെ ചൈനയ്ക്ക് എന്ത് നഷ്ടമുണ്ടായെന്നും ആ വാറിൽ ആരാണ് ഡിഫീറ്റ് ആയെന്നും കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് ഓൺ ബോക്സർ റെബല്യൻ. അപ്പോൾ അതോടെ ചൈന ഇതേപോലെ ഓപ്പിയം വാറിൽ ഡിഫീറ്റായി പോവുകയും അവരുടെ പോർട്ടുകളെല്ലാം ഫോറിൻ ട്രേഡേഴ്സ് കൈയടക്കുകയും ചെയ്തപ്പോൾ അവിടെ ഒരു സീക്രട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുകയും ആ സീക്രട്ട് ഓർഗനൈസേഷൻ, അതായത് ചൈനയെ വല്ലാതെ സ്നേഹിച്ച, ചൈനയെ ഫോറിനേഴ്സിൻ്റെ ക്ലച്ചസിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് വിചാരിച്ച ആളുകൾ സീക്രട്ടായിട്ട് ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുകയും ആ ഫോറിനേഴ്സിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. പ്രിപ്പയർ എ നോട്ട് ഓൺ ബോക്സർ റിബല്യൻ. The people of China were dissatisfied with the growing interference of foreign powers in their nation. The people of China were dissatisfied with the growing interference of foreign powers in their nation. So what did they do? Many secret agencies were formed in China. Secret agencies. കാരണം മഞ്ജു രാജാക്കന്മാരെ ഈ ഫോറിനേഴ്സിന് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് ഒരു ഏജൻസിക്കും അവിടെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? മഞ്ജു ഡൈനാസ്റ്റിയുടെ ആർമി, ആ സോൾജിയേഴ്സ് അവരെ തേടിപ്പിടിച്ച് അവരെ ജയിലിലടയ്ക്കും. അതുകൊണ്ട് സീക്രട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. മെനി സീക്രട്ട് ഏജൻസീസ് വെയർ ഫോംഡ് ഇൻ ചൈന. വൺ സച്ച് സീക്രട്ട് ഏജൻസി വാസ് ബോക്സേഴ്സ്. അപ്പോൾ ബോക്സേഴ്സ് എന്നുള്ള പേരിൽ ചൈനയിൽ ഒരു സീക്രട്ട് ഏജൻസി ഫോറിനേഴ്സിനും മാഞ്ചു ഡൈനാസ്റ്റിക്കും എതിരെ ഫോം ചെയ്തു. ഓക്കെ, സീക്രട്ട് ഏജൻസിയുടെ പേരാണ് ബോക്സേഴ്സ്. കാരണം നിങ്ങൾക്കറിയാം ചൈനയിലെ ഈ ആയുധം ഉപയോഗിക്കാതെയുള്ള വലിയ അങ്ങനെയുള്ള ചില മാർഷ്യൽ ആർട്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ, നമ്മുടെ കളരിപ്പയറ്റ് പോലെ അവർക്ക് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെയുള്ള നല്ല കരുത്തുള്ള ആളുകളായിരുന്നു ഈ സീക്രട്ട് ഏജൻസിയുടെ മെമ്പേഴ്സ്. അതുകൊണ്ട് അവരവരുടെ ഏജൻസിക്ക് പേരിട്ടത് എന്താണ്? ബോക്സേഴ്സ് അല്ലേ. ബോക്സർ ആരാന്ന് നിങ്ങൾക്കറിയാം, ബോക്സേഴ്സ്. ദ സിംബൽ വാസ് ദ ബോക്സേഴ്സ് ഫിസ്റ്റ്. ബോക്സർ ഇങ്ങനെ ഇടിക്കുന്ന ഈ ഫിസ്റ്റ് ആയിരുന്നു അവരുടെ സിംബൽ. അതുകൊണ്ട് അവരുണ്ടാക്കിയ റിബല്യനാണ് ബോക്സേഴ്സ് റിബല്യൻ. ദർ റെസിസ്റ്റൻസ് എഗൻസ്റ്റ് ദ യൂറോപ്യൻ ഇൻവേഷൻ ഈസ് നോൺ ആസ് ദ ബോക്സേഴ്സ് റിബല്യൻ. അവർ ഫോറിനേഴ്സിനെ കാണുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുകയും അവർക്കെതിരെ കുറേ റെസിസ്റ്റൻസ് എടുക്കുകയും ചെയ്തു. കുറേ രീതിയിൽ അവരെ സീക്രട്ടായിട്ടാണെങ്കിലും അവരെ ഇടയ്ക്കിടയ്ക്ക് ഗറില്ല രീതിയിലൊക്കെ ഫോറിനേഴ്സിനെ അറ്റാക്ക് ചെയ്യുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ഒരു സംഭവമാണ് നമ്മൾ എന്തായിട്ട് പറയുക? ബോക്സേഴ്സ് റിബല്യൻ. ബോക്സേഴ്സിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ്. Their resistance against the European invasion is known as the Boxers' Rebellion. അപ്പോൾ ബോക്സർ ആരാണ്? അതൊരു സീക്രട്ട് ഏജൻസിയാണ്. അവർ ആർക്കെതിരെയാണ് പ്രവർത്തിച്ചത്? ദേ വർക്ക് എഗൻസ്റ്റ് ദ ഫോറിൻ ട്രേഡേഴ്സ് ആൻഡ് ദെയർ മാഞ്ചു എംപറേഴ്സ്. ഓക്കെ, ദെൻ റീഫോംസ് ഓഫ് ചൈനീസ് എംപറർ. ചൈനീസ് എംപറർ ഈ ബോക്സേഴ്സിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട റീഫോംസ് കൊണ്ടുവന്നു. ഏതൊക്കെയാണെന്ന് നോക്കിയേ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ചൈന. ഇതൊരു നല്ല കാര്യമാണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ചൈന. ഓക്കെ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. എ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ടു സ്റ്റഡി ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ സ്റ്റഡി ചെയ്യാൻ ഒരു കമ്മീഷനെ അവരുടെ എംപറർ അപ്പോയിൻറ്റ് ചെയ്തു. ദ എംപറർ അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ ടു സ്റ്റഡി ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ്. ഇപ്പോൾ ചൈനക്കാർ അവരുടേതായ സിസ്റ്റമായിരുന്നു. അത് യൂറോപ്യന്മാരുടെ സിസ്റ്റം എന്താണെന്ന് പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു. പക്ഷേ ഇതുകൊണ്ട് ജനങ്ങൾക്കൊരു പ്രയോജനവുമില്ല. രാജാവ് വീണ്ടും ചൈനയെ എവിടെ കൊണ്ടുപോയി കെട്ടാനാണ് നോക്കുക? ഇംഗ്ലീഷുകാരെ പോലെ ആയി തീരാനായിട്ടാണ് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ചൈനക്കാർക്ക് വലിയ താല്പര്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഒരു കമ്മീഷനെ അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്തു. ഇങ്ങനെ രണ്ട് റീഫോംസാണ് ചൈനീസ് എംപറർ കൊണ്ടുവന്നത്. ഇനി നമുക്ക് ചൈനയിലെ പീപ്പിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡറെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ റോള് പരിചയപ്പെടാം. എന്താണ് അദ്ദേഹത്തിൻ്റെ റോളെന്നോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അദ്ദേഹമാണ് ചൈനയിലെ മൊണാർക്സിൻ്റെ പവറ് എൻഡ് ചെയ്യിച്ച അവരുടെ ലീഡർ. അപ്പോൾ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീപ്പിൾസ് ലീഡർ എന്ന് പറയാവുന്ന ആളാണ് ഡോക്ടർ സൻ യാറ്റ്സൻ.
നമുക്ക് അദ്ദേഹത്തിൻ്റെ റോൾ ഒന്ന് പഠിക്കാം. വാട്ട് വാസ് ദ റോൾ ഓഫ് ഡോക്ടർ സൻ യാൻസൻ ആൻഡ് ഹിസ് ഐഡിയാസ് ഇൻ എൻഡിങ് ദ മൊണാർക്കി ഇൻ ചൈന? ചൈനയിലെ മൊണാർക്കിയെ എൻഡ് ചെയ്യിപ്പിച്ച ഡോക്ടർ സൻ യാൻസൻ്റെ റോൾ, അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ്? ദ പീപ്പിൾ ഓഫ് ചൈന ഡിറ്റർമൈൻ ടു എൻഡ് ദ പവർ ഓഫ് മൊണാർക്കി. ദേ വേർ ലെഡ് ബൈ ഡോക്ടർ സൻ യാൻസൻ. ഡോക്ടർ സൻ യാൻസൻ ആളുകളെ ലീഡ് ചെയ്യാൻ, അവരുടെ ലീഡറായി അവരെന്ത് തീരുമാനിച്ചു? പീപ്പിൾ വോണ്ടഡ് ടു, ദേ ഡിറ്റർമൈൻ, അവർ തീരുമാനമെടുത്തു. ദേ ഡിറ്റർമൈൻ ടു എൻഡ് ദ പവർ ഓഫ് മൊണാർക്കി. ഹി പുട്ട് ഫോർവേഡ് ദ ഐഡിയാസ് ഓഫ് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ഡോക്ടർ സൻ യാൻസൻ അദ്ദേഹം വളരെ നല്ല ഒരു ഫിലോസഫറും കൂടിയായിരുന്നു, നല്ലൊരു റൈറ്ററായിരുന്നു, ഫിലോസഫറായിരുന്നു, ലീഡറായിരുന്നു. അദ്ദേഹത്തിന് 3 ഐഡിയാസ് ഉണ്ടായിരുന്നു: നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ദ കോമിങ്ടാങ് പാർട്ടി വാസ് ഫോം ടു അച്ചീവ് ദിസ് ഗോൾ. അപ്പോൾ പീപ്പിള് എല്ലാവരും ചേർന്ന്, ഈ സീക്രട്ട് ഏജൻസി പോലെ, ബോക്സർ പോലെയൊന്നുമല്ല, ഇത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള ജനങ്ങളുടെ ഒരു പാർട്ടി അവിടെ രൂപീകരിച്ചു, ഒരു പൊളിറ്റിക്കൽ പാർട്ടി. എന്താണ് ചൈനയിൽ ആദ്യമായി ഉണ്ടായ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര്? കോമിങ്ടാങ്. So the Kuomintang party was formed to achieve this goal. Which goal? To end the power of monarchy. To end the power of monarchy. Kuomintang party. Who was the leader of Kuomintang party? Dr. Sun Yat-sen. ഡോക്ടർ ആകട്ടോ, നിങ്ങളുടെ പുസ്തകത്തിൽ ഡോക്ടർ എന്ന് കാണുന്നില്ല, പക്ഷേ ടീച്ചർ പഠിച്ചിരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ഡോക്ടർ സൻ യാൻസൻ എന്നാണ് അദ്ദേഹത്തെ പറയുക. നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം, ഡോക്ടറിന് കൂട്ടി എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൻ യാൻസൻ എന്ന് എഴുതാം. ഓക്കെ. ഫോളോയിങ് ദ റെവല്യൂഷൻ ഓഫ് 1911, they arranged a revolution under the leadership of Dr. Sun Yat-sen and Kuomintang party in 1911. The Manchu dynasty was overthrown from power and a republican government was formed. മാഞ്ചു ഡൈനാസ്ട്രി ഈ 1911 കോമിങ്ടാങ് പാർട്ടി അറേഞ്ച് ചെയ്ത ആ ഒരു റെവല്യൂഷനിൽ എൻഡായിപ്പോയി, അവരുടെ പവർ എൻഡായി. ദേ വെയർ ഓവർത്രോൺ ഫ്രം പവർ, അവരെ പവറിൽ നിന്നും ഔട്ടാക്കിക്കൊണ്ട് ഡോക്ടർ സൻ യാൻസൻ്റെ നേതൃത്വം, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സൻ യാൻസൻ, എ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് വാസ് ഫോംഡ് ഇൻ ചൈന. ഓക്കെ. തിരഞ്ഞെടുക്കപ്പെടുന്ന ടോപ്പ് അല്ലെങ്കിൽ പ്രസിഡൻ്റ് ഉള്ള രാജ്യങ്ങളെയാണ് നമ്മൾ റിപ്പബ്ലിക്കൻ എന്ന് പറയുക. രാജാവിൻ്റെ ഭരണം ഒരിക്കലും റിപ്പബ്ലിക്കൻ അല്ല. കാരണം എന്താണ്? രാജാക്കന്മാരാരും ഇലക്ഷനിലൂടെ വരുന്ന ആളല്ല. എന്നാൽ സൻ യാൻസൻ ഒരു ഇലക്ഷനിലൂടെ അവരുടെ പ്രസിഡൻ്റായി. അതോടെ ചൈന എന്തായി മാറി? ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് ഉള്ള രാജ്യമായി മാറി. അപ്പോൾ ഡോക്ടർ സൻ യാൻസൻ്റെ റോളാണ് അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്താണ്? ഹി വാസ് ദ ലീഡർ ഓഫ് ദ റെവല്യൂഷൻ ഓഫ് 1911 in China, and the Manchu dynasty was overthrown from power and republican government was formed under the leadership of Dr. Sun Yat-sen. Sun Yat-sen came to power president of Kuomintang Republic, and he maintained close ties with the communist and Russia. So ഒരു ചൈനയിലൊരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കാരണം റഷ്യയിൽ കമ്മ്യൂണിസം വന്നപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് ചൈനയിലും കുറേ ആളുകൾ കമ്മ്യൂണിസം സ്വീകരിച്ചു. അങ്ങനെ ഉള്ള കമ്മ്യൂണിസ്റ്റുകളോടും പ്രത്യേകിച്ച് റഷ്യയോടും, കാരണം ഇവരുടെ ഐഡിയയുമായിട്ട് വളരെ യോജിച്ചു പോകുന്ന റഷ്യയുടെ ഒരു ഹെൽപ്പൊക്കെ കോമിങ്ടാങ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയോടും കമ്മ്യൂണിസ്റ്റുകളോടും, കമ്മ്യൂണിസ്റ്റുകൾ എവിടെയുള്ളവരാണ്? ചൈനയിലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളെ. അവരെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകളായത്? റഷ്യയിലെ കമ്മ്യൂണിസത്തെ അവരെ ഇമിറ്റേറ്റ് ചെയ്യുകയും അതിനെ ആഗ്രഹിച്ചുകൊണ്ട് ചൈനയിൽ സീക്രട്ടായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകളെ. ആ കമ്മ്യൂണിസ്റ്റുകളോടും അതുപോലെ റഷ്യയോടും വളരെ നല്ല ടൈസ്, വളരെ നല്ല ടേംസിലായിരുന്നു സൻ യാൻസൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാവരുമായിട്ട് കൈകോർത്തുകൊണ്ട് ഈ മൊണാർക്കി ഔട്ട് ചെയ്തുകൊണ്ട് ചൈനയിൽ ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ. റഷ്യ ഹെൽപ്പ് ദ കോമിങ്ടാങ് റിപ്പബ്ലിക് ഫോർ ദ പ്രോഗ്രസ് ഇൻ വേരിയസ് ഏരിയാസ് ഓഫ് ചൈന. ചൈനയിലെ പൊളിറ്റിക്കൽ ഫീൽഡിലും എക്കണോമിക് ഫീൽഡിലും സോഷ്യൽ ഫീൽഡിലും റഷ്യ ചൈനയെ വളരെയേറെ സഹായിക്കുകയും കോമിങ്ടാങ് റിപ്പബ്ലിക്കുമായിട്ട് വളരെ നല്ല ഫ്രണ്ട്ലി റിലേഷൻസ് കീപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ റഷ്യയുമായിട്ടും ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചൈനയെ മുന്നോട്ട് കൊണ്ടുപോയ അവരുടെ ആദ്യത്തെ ലീഡറാണ് സൻ യാൻസൻ. അപ്പോൾ സൻ യാൻസൻ്റെ റോള് നിങ്ങളൊന്ന് പഠിച്ചോണം. സൻ യാൻസൻ ചൈനയെ എന്താക്കി മാറ്റി? ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്റിലേക്ക് മാറ്റി. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോൾ, the people of China determined to end the power of monarchy, so they started a new political party, Kuomintang party, and Dr. Sun Yat-sen was the leader of this party, and they arranged a revolution in 1911, and in this revolution Manchu dynasty
lost their power and they were overthrown from power. And Dr. Sun Yat-sen, he became the president of China, and China become a republican form of government, and Kuomintang Republic. It was known as Kuomintang Republic. And this Sun Yat-sen, he joined hand with the communist and Russia helped China in various fields, their progress. Okay. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഫസ്റ്റ് ഫേസ് ഇതോടെ അവസാനിക്കുകയാണ്. മൊണാർക്കി അധികാരത്തിൽ നിന്നും ഓവർത്രോൺ ചെയ്തു. ഇനി നമുക്ക് സൺ യാറ്റ്സന്റെ മരണത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വരുന്നതും ചൈനയെ ഒരു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാക്കി മാറ്റുന്നതുമായ ഇതിൻ്റെ രണ്ടാമത്തെ ഫേസുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.